ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ യൂണിവേഴ്സ്. ഇറ്റ്സ് മീ റാണി. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണുള്ളത്. ഓസ്ട്രേലിയയിലെ സൗത്ത് ഓസ്ട്രേലിയയുടെ സൗത്ത് പാർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഏരിയാസിനൊക്കെ സബേർബ് എന്ന് പറയും. അപ്പോൾ ഫ്ലാഗ്സ്റ്റാഫ് ഹിൽ എന്ന സബേർബിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റേ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഒരു എയർബിഎൻബിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ ഒരു 1 മന്തിലേക്ക് എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. ഞാനിവിടെ വന്നിട്ട് ഒരു 1 വീക്ക് അടുത്തായി. ഇതൊരു വലിയ എസ്റ്റേറ്റിന്റെ നടുത്തിരിക്കുന്ന ഒരു എയർബിഎൻബി ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ പരിസരമൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ ഞാൻ ആ ബംഗ്ലാവ് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ഒരു ഹോം ടൂർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോറി, എയർബിഎൻബി ടൂർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ഭംഗിയാട്ടോ. നോക്കിയാൽ നിറയെ മരങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്തെ സൈഡിലെ മല വരെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അതിലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു അമ്മച്ചിയുടെയാണ് ഈ എയർബിഎൻബി. ഇതൊരു കുറേ ഏക്കർ സ്ഥലത്തിൽ പടർന്ന് കിടക്കുക കേട്ടോ. ഇങ്ങനെ ഈ കാണുന്ന സ്ഥലം മൊത്തം അമ്മച്ചിയുടെയാണ്. അതുപോലെ തന്നെ അവിടെ എങ്ങാണ്ടൊരു വലിയ ഹില്ല് അമ്മച്ചിയുടെ സ്വന്തമായിട്ടുണ്ടെന്നാണ് അമ്മച്ചി പറയണത്. താഴത്തേക്ക് നോക്കിയാൽ കാണാം ഒരു വലിയ മഴവെള്ള ശേഖരണി അവിടെ ഉണ്ട്. ഭയങ്കര സൈസാണ് കേട്ടോ ഇതിന്. നമുക്ക് പോയിട്ട് ഇതിന്റെ ഫ്രണ്ടൊക്കെ ഒന്ന് കാണാം. ഇതാണ് അമ്മച്ചിയുടെ വീട് തുടങ്ങുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, നിറയെ മരങ്ങളാണ്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലെ പൈൻ നിൽക്കുന്നത് കണ്ടോ? നമ്മുടെ നാട്ടിലെ പൈൻ കണ്ട, അതിൽ കായൊക്കെ ആയിട്ട് പൈൻ നിൽക്കുന്നുണ്ട്. അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കാവേണ്ടി ഇത് മൊത്തത്തിലൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അമ്മച്ചിനെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിനുള്ളൊന്നും നട്ടിട്ടൊന്നുമില്ല പ്രത്യേകിച്ച്. എല്ലാം ഭയങ്കര ചെറിയ കാര്യങ്ങളിൽ പോലും നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. ഇത് കണ്ടോ, ഇത് സോളാറാണ് കേട്ടോ. ഇത് ഓരോ ചെടിയുടെ അവിടെ സോളാറിന്റെ ലൈറ്റ് വെച്ചേക്കാണ്. ഭയങ്കര എനർജി കൺസർവേറ്റീവിന്റെ ആളൊക്കെയാണ്. ഇതൊക്കെ ചെറിയൊരു നാട്ടിലെ നമ്മുടെ ഒരു മലം പ്രദേശമൊക്കെ പോലുണ്ട്. കുഞ്ഞു സാധനം ഇരിക്കുന്നുണ്ടോ? അതുപോലെ ഇവിടെ രണ്ടുപേര് കിസ് ചെയ്തോണ്ടിരിക്കണ്ടേ. ഇതേ നല്ല ഭംഗിയുള്ളൊരു ചെടിയുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് നാണിച്ച് നിൽക്കണ്ട് ഇങ്ങനെ. നോക്കിയേ, കുറച്ച് ചെടിയൊക്കെ ഇവിടെ തൂക്കി ഇട്ടിട്ടുണ്ട്. ഇത് റോസാണ് കേട്ടോ. ഇതില് തണുപ്പുള്ള സമയത്ത് നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും തോന്നുന്നു. ഇപ്പൊ ഇതില് ഫ്ലവേഴ്സ് ഒന്നും ഇല്ല. ഇവിടുത്തെ ചെടിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൽ കുറെ മണ്ണൊക്കെ നിറയ്ക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇതിനകത്ത് മണ്ണൊന്നും ഇല്ല. ഇവിടെ ഒരു കുട്ടി ആമ ഇരിക്കുന്നുണ്ട്. അമ്മച്ചി ഇങ്ങനെ ഫുൾ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഭയങ്കര അടിപൊളിയാണ് ആള്. അത് വീടിന്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇവിടെ ഒരു ചെടിയുണ്ട്. ഇതൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ, ഇത് ഭയങ്കര ഷാർപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, സൂചിനേലും കഷ്ടാട്ടോ. ഇത് ഇങ്ങനെ തുളച്ചു വേണേ കയറുത്. സൂചിയുടെ അറ്റം പോലുണ്ട്. ഇതിനൊക്കെ ഭയങ്കര ഷാർപ്പ്. ഇതിൽ പറയാനുണ്ട്. ഇതേ ഇവിടെ കോഴി. ഇതിലെ കോഴിയല്ല, കോഴിയുടെ ഒരു പ്രതിമ. അതുപോലെ കുറച്ച് കോഴികളെ ഇവിടെ മരത്തേല് കുറച്ച് കോഴിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതവിടെ ഒരു തവളക്കുട്ടനൊക്കെ ഇരിക്കുന്നുണ്ട്. വേറൊരു തരം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു പന്നലൊക്കെ പോലെ ഇരിക്കുന്നു കേട്ടോ. ഒരു മഷിത്തണ്ടിയരിയില്ലേ, അതുപോലെ ഒക്കെ ഇരിക്കുന്നു. അതിന്റെ ഒക്കെ അടിക്കട ഇതുണ്ടോ, കുറച്ച് കുട്ടി പ്രതിമകൾ ഇരിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഉണ്ട് ഒരു ആനയുണ്ട്. അതിന്റെ മുകളിലൊരു തവളയിട്ട്. ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഓറഞ്ച് ആണെന്ന്. കാരണം ഇത് ഇത്തിരി വലിപ്പമുണ്ട്. ഇതുണ്ടോ, ഇതിൽ കായ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ചെറിയ ചെടിയാണ് ഇത്. പക്ഷെ ചെടിയിൽ നട്ട് വെച്ചേക്കാണ്. ഓറഞ്ചിന്റെ എന്തോ ഒരു വെറൈറ്റി ആണ്. ഇതുണ്ടോ, അതിൽ 5-6 കായ ഉണ്ടായിട്ടുണ്ട്. കങ്കാരു കങ്കാരു എവിടെ കങ്കാരു വന്ന് വെക്കുന്നതോ? അയ്യോ, ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ ഇതിനെ കാണുന്നത്. ഇത് അതുങ്ങൾ ഞങ്ങളെ നോക്കുന്നു. അമ്മച്ചി പറഞ്ഞായിരുന്നു എല്ലാ വർഷവും ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഒരു 2-3 കൂട്ടർ വരുമെന്ന്. ഇവന്മാരിപ്പം വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. ഞങ്ങൾക്കിട്ട് വല്ല തൊഴിൽ തരുമെന്ന് അറിയത്തില്ല. അത് ഞങ്ങളെ കണ്ടിട്ട് നോക്കുന്നു. എടാ, ഇച്ചി എങ്ങോട്ട് ഓടണ്ടെന്ന് നോക്ക്. അത് ഇങ്ങോട്ട് വല്ല വന്നാലോ. ഇത് ചാടിപ്പോന്നു. ഇത് ചാടി പോണടാ. ഫസ്റ്റ് ടൈം കണ്ട ഒരു എക്സൈറ്റ്മെന്റ് ആട്ടോ. അതും പ്രതീക്ഷിക്കാണ്ട് വന്നേക്കുന്നു. ഇത് അവിടെ ചെന്ന് നോക്കി നിൽക്കുന്നു. അത് ചാടി ചവിട്ടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് കാണുന്നത്. അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. അവിടെ നെത്തി വലിഞ്ഞ് നോക്കുക കേട്ടോ. ഈ മാനൊക്കെ നിൽക്കുന്ന പോലെ ഉണ്ട്. വേറെ ഉണ്ടോന്നറിയില്ല. ഇത് നമ്മളെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഒന്നും ഇല്ല. എല്ലാ വർഷവും ഇത് ഇവിടെ വരും അത്രേ. അമ്മച്ചി പറഞ്ഞൊരു കാര്യം പറയാം, രസകരമാണത്. ഈ അമ്മച്ചിക്ക് ഇവിടെ ഇങ്ങനെ കാങ്കാരു ഒന്നും വരണമൊന്നും ഇഷ്ടമല്ല. അപ്പൊ അമ്മച്ചി ഫോറസ്റ്റിൽ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു തോക്കെടുത്ത് വെടിവെച്ച് അതിനെ കൊന്നോളെ. അപ്പൊ അമ്മച്ചി പറഞ്ഞു എന്റെ അടുത്ത് തോക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് തോക്കിന് വേണ്ട ലൈസൻസ് ഞങ്ങൾ തരാം,
അത്ര ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഇതിനെ വന്ന് പിടിച്ചോണ്ട് പോകാൻ പറ്റില്ല എന്ന്. അയ്യോ അത് അങ്ങോട്ട് പോയിട്ടാ, ചാടി ഓടി ഓടി അവന്മാര് പോണു. ദേ പോണു. അത് ചാടി അങ്ങോട്ട് പോയി. ഇവിടെ ആക്ച്വലി 2 വലിയ പൂച്ചക്കുട്ടന്മാരുണ്ടായിരുന്നു. അവന്മാരാണ് ഞാനിത് അനങ്ങുന്ന കണ്ടപ്പോൾ തോന്നിയത്. ഈ ഒരു ഏരിയയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്നുവെച്ച് പറഞ്ഞത്, ഇവിടെ ഈ അഡ്ലൈഡിൽ നമുക്ക് പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഒക്കെ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാ വ്യൂവും കൂടെ, അതായത് നല്ല സിറ്റി വ്യൂ ഉണ്ട്, അതുപോലെ കോസ്റ്റൽ വ്യൂ ഉണ്ട്. ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം. അതാണ് നമ്മുടെ സിറ്റിയുടെ ഒരു അടിപൊളി വ്യൂ. അതുപോലെ തന്നെ രാത്രി ടൈമിലാണെങ്കിലുണ്ടല്ലോ, ഫുൾ ലൈറ്റൊക്കെ അങ്ങ് ഓണായി കഴിയുമ്പോൾ എന്ത് രസമാണെന്നറിയോ. നമ്മുടെ അമ്മച്ചിയുടെ വീട്ടിൽ കിച്ചൺ ഉണ്ട്. ആ കിച്ചണിൽ നിൽക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം ഫുള്ള് ചില്ല. അതിൽക്കൂടെ നമുക്ക് അടിപൊളിയായിട്ട് ആ ഒരു വ്യൂ കിട്ടും കേട്ടോ. ആ സിറ്റിയുടെ ആ ഒരു ഇത് കഴിഞ്ഞാൽ അങ്ങേ അറ്റത്ത്, നിങ്ങൾക്ക് കാണാൻ ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല, അങ്ങേ അറ്റത്ത് നമുക്ക് കടലാണ് കാണുന്നത്. കണ്ടോ, കടലാണ് അവിടെ കാണുന്നത്. ഒരു കുറച്ചുകൂടെ ഒരു ടോപ്പിൽ നിൽക്കുകയാണെങ്കിൽ, അതായത് ഈ വീടിന്റെ തൊട്ട് മുകളിലേക്ക് അങ്ങ് കയറി നിൽക്കുവാണെങ്കിൽ, ആ കടലും ആ ഒരു ഈ ഒരു സിറ്റിയും കൂടെ ശരിക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഭാഗങ്ങളൊക്കെ ഫുൾ അമ്മശ്ശേരി കേട്ടോ. നോക്കിയേ, ഇതാണ് നമ്മുടെ ബാക്ക്. അവിടെ ഒരു ജസ്റ്റ് നല്ലൊരു രീതിയിൽ നല്ല താഴ്ചയിലാണ്. ആ അറ്റത്ത് നമ്മൾ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേക്കോ കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഞാൻ ഇറങ്ങി പോകുന്നില്ല. ഒരു ചെറിയൊരു മിനി കൊക്കയാണ് കേട്ടോ അത്. അപ്പൊ ആ ഒരു വക്കിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഇതാണ് വീടിന്റെ ബാക്ക് സൈഡ്, ആ ഒരു ബാക്ക് വ്യൂ. ഇവിടെ ഒക്കെ നന്നായിട്ട് ഈ ഓറഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ പൊമഗ്രാനൈറ്റ് ഒക്കെ നന്നായിട്ട് ഉണ്ടാകുന്ന സ്ഥലമാണ്. ഈവൻ ചില സ്ഥലങ്ങളിൽ ആപ്പിളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫുൾ ഏരിയ വെറുതെ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക. എന്താ ഇവിടെ കുറച്ച് ഇതിനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അമ്മച്ചി ഭയങ്കര സെലക്റ്റീവ് ആണെന്ന്. കണ്ടാ, നല്ല ഭംഗിയുണ്ട് ഓരോ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. നമുക്ക് ഈവനിങ് ടൈമിൽ ഒരു കപ്പ് കോഫിയൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് നല്ല തണുപ്പത്തായ കോഫിയൊക്കെ എൻജോയ് ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം. അതിൽ കുറെ കൃഷികൾ എക്സ്ട്രാ ഉണ്ടാവും എന്നുള്ളതാണ്. ആപ്പിള്, പൊമഗ്രാനൈറ്റ്, ഓറഞ്ച്, അങ്ങനത്തെ, അതുപോലെ തന്നെ ഗ്രേപ്സ് ഉണ്ട് കേട്ടോ. ഈ അഡ്ലൈഡ് എന്ന് പറയുന്ന പ്ലേസ് നമ്മുടെ വൈനിന് നല്ല ഫേമസ് ആണ്. ഒത്തിരി വൈൻ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് ഇവിടെ. അവിടെയൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്നുമല്ല, വീടിന്റെ അകം ഭയങ്കര അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ്. എല്ലാ കാര്യങ്ങളും ഭയങ്കര സെറ്റപ്പായിട്ടാണ് ചെയ്തേക്കുന്നത്. അതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ